ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടട്ടെ. ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയിലേക്ക് ഏവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കുവാൻ, ഒരുമിച്ച് ദൈവമുഖം അന്വേഷിക്കുവാൻ, പ്രത്യേകിച്ച് ഈ ആഴ്ച നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ സർവശക്തനായ കർത്താവ് നൽകിയ വലിയ ഭാഗ്യത്തിനായി സ്തോത്രം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി, പ്രൈസ് ദി ലോർഡ്, നമ്മളെ തന്നെ താഴ്ത്തി നമുക്ക് ദൈവമുമ്പാകെ നമുക്ക് ഏൽപ്പിക്കാം. പ്രൈസ് യു ജീസസ്. വിരോധമില്ലെങ്കിൽ കണ്ണുകളൊക്കെ നടച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഓ ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ വേണ്ടവണ്ണം പ്രാർത്ഥിക്കേണ്ടതെന്ന് പരിശുദ്ധാത്മാവെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ, ഞങ്ങളങ്ങയെ സ്വാഗതം ചെയ്യുന്നു. Come Holy Spirit, come, guide us, lead us. കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങളെ ഒരുമിച്ച് പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും അവിടുന്ന് ശക്തീകരിച്ചാട്ടെ, എല്ലാവരെയും അവിടുന്ന് ബലപ്പെടുത്തിയാട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പിതാവേ തിരുമുഖത്തേക്ക് നോക്കുന്നു. അവിടുന്ന് ഹല്ലേലൂയ, അവിടുന്ന് പ്രൈസ് ദി ലോർഡ് കണ്ണുകളെ തുറക്കണമേ, അവിടുന്ന് കാതുകളെ തുറക്കണമേ, അവിടുന്ന് അധരങ്ങളെ തുറക്കണമേ, അവിടുന്ന് സാഹചര്യങ്ങളെ അനുകൂലമാക്കിയാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പിതാവേ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി ഈ പ്രഭാതത്തിൽ വെളിപ്പെടണമേ. ഇന്ന് അത്ഭുതങ്ങൾ നടക്കട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ, ദുരാത്മാക്കൾ വിട്ടുമാറട്ടെ, പൈശാചികമായ ബന്ധനങ്ങൾ അഴിയട്ടെ, ജനം നന്മ പ്രാപിക്കാതെ, ജനസമാധാനം പ്രാപിക്കാതെ, ജനം നിത്യജീവൻ പ്രാപിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സകലതിനെയും ആകാശത്തിന് ഭൂമിക്കും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇടപെടുമാറാകണം. പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഞങ്ങളോട് സംസാരിക്കണം, ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ മീറ്റിംഗിൽ ഒരുമിച്ചായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഓരോ പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കണം. ആരെങ്കിലും ഇത് പ്രയാസത്തിലായിരിക്കുന്നെങ്കിൽ യേശു കർത്താവ് ആണിപ്പാടുള്ള കരങ്ങൾ നീട്ടി അവരെ തൊടണമേ. അവർക്ക് വേണ്ടി വഴികളെ തുറക്കണം. ആരും ഹല്ലേലൂയ അടയ്ക്കാതെ കൊണ്ട് തുറക്കുന്ന യേശു കർത്താവെ, അവിടുന്ന് വഴികളെ തുറന്നാട്ടെ. കുടുംബങ്ങൾക്ക് വേണ്ടി വഴികളെ തുറന്നാട്ടെ, മാതാപിതാക്കൾക്ക് വേണ്ടി വഴികളെ തുറന്നാട്ടെ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വഴികളെ തുറന്നാട്ടെ, സഭകൾക്ക് വേണ്ടി വഴികളെ തുറന്നാട്ടെ, സുവിശേഷകത്തിന് വേണ്ടി വഴികളെ തുറന്നാട്ടെ, ദൈവവചനത്തിനു വേണ്ടി വഴികളെ തുറന്നാട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ സാന്നിധ്യത്തിനായി നന്ദി. തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ചെയ്യുന്ന അത്ഭുതങ്ങൾക്കായി നന്ദി. മഹത്വം പൂഴ്ച അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ ഓരോരുത്തരെയും കാണുന്നതിൽ. നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കർത്താവിനെ ആരാധിക്കുവാൻ, ഒരുമിച്ച് ദൈവ സാന്നിധ്യത്തിലായിരിക്കുവാൻ നല്ല കർത്താവ് വലിയ ഭാഗ്യം തന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ നമുക്ക് ഒരു പാട്ടുപാടി നമുക്ക് ദൈവത്തെ ആരാധിച്ച് നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പാടുന്ന പാട്ട് ഇതാണ്: താൻ വാഴുകയാൽ നമുക്ക് ആകുലമില്ല. കർത്താവ് സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഇന്ന് നമ്മൾ സ്വർഗീയ മണ്ഡലങ്ങളിൽ നോക്കിയാൽ കർത്താവ് സിംഹാസനത്തിൽ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. അവൻ പരിശുദ്ധൻ 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 എന്ന് ആർക്കപ്പെടേണ്ടവനാണ്. ഹല്ലേലൂയ. അവിടെ നമുക്ക് ഒരുമിച്ച് ഇന്ന് രാവിലെ നമുക്ക് ഈ പാട്ട് പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. താൻ വാഴുകയാൽ ആകുലമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകുലമില്ല നാളെയെന്ന ഭീതിയില്ല, ഭാവിയെല്ലാം കയ്യിലെന്നോർത്താൽ ആയത്ര ധന്യമേ ലോകജീവിതം. താൻ വാഴുകയാൽ
സമ്പൂർണമല്ലോ. ദോഷമായൊന്നും പാപം ചെയ്യയില്ലല്ലോ. അതിവേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ പിന്തിയുണ്ട്. തൻ വഴികൾ സമ്പൂർണമല്ലോ. ദോഷമായൊന്നും പാപം ചെയ്യയില്ലല്ലോ. താൻ വാഴുകയാൽ ആകുലമില്ല. നാളെയെന്ന ഭീതിയില്ല. ഭാവിയെല്ലാം കയ്യിലെന്നോ ആയത്ര ധന്യമേ ലോകജീവിതം. താൻ വാഴുകയാൽ ആകുലമില്ല. നാളെയെന്ന ഭീതിയില്ല. ഭാവിയെല്ലാം കയ്യിലെന്നോ ആയത്ര ധന്യമേ ലോകജീവിതം. Hallelujah. Praise the Lord. വചനം പറയാണ് Hallelujah. താൻ വാഴുകയാൽ ആകുലമില്ല. Praise you Jesus. Hallelujah. Praise the Lord. Hallelujah. Praise you Jesus. Jesus. Hallelujah. Glory. Hallelujah. Praise the Lord. Hallelujah. ഇന്ന് പ്രിയമുള്ളവരെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ആരെങ്കിലും നാളത്തെ എൻ്റെ കാര്യം എങ്ങനെയാകും, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം എങ്ങനെയാകും, മുമ്പോട്ട് എങ്ങനെ പോകും എന്നോർത്ത് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം വാഴുന്നു, നമ്മുടെ കർത്താവ് വാഴുന്നു. അതുകൊണ്ട് നമ്മൾ ആകുലപ്പെടേണ്ട ആവശ്യമില്ല. അവിടെ നമുക്ക് വേണ്ടി കരുതുന്നു. ദൈവത്തിന്റെ വചനം നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുന്നതാണ്. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നു. നമ്മുടെ സകല ആകുലതകളും നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് അർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ആദി വേണ്ട ആശ്രയമേകുവാൻ കർത്താവിന്റെ കരങ്ങൾ ഞങ്ങളുടെ കൂടെയുള്ളതിനായി സ്തോത്രം. കർത്താവ് ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്നതിനായി നന്ദി. അവിടുത്തെ വഴികളെ തുറക്കുന്നതിനായി നന്ദി. അവിടുത്തെ വാതിലുകളെ തുറക്കുന്നതിനായി നന്ദി. ഇന്ന് ഞങ്ങളെ ഒരുമിച്ച് ആരാധിക്കുന്ന, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ കുടുംബങ്ങളിൽ കർത്താവ് ഇടപെട്ടാട്ടെ. അവർ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ടാട്ടെ. അവർ തലമുകളുടെ മേൽ കർത്താവ് ഇടപെട്ടാട്ടെ. അവർക്ക് വേണ്ടി കർത്താവ് വഴികളെ തുറന്നാട്ടെ. അവർക്ക് വേണ്ടി കർത്താവ് വാതിലുകളെ തുറന്നാട്ടെ. ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾക്കായി നന്ദി. മഹത്വം പൂഴ്ച അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ ശാരീരികമായി സുഖമില്ലാതിരിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട്. റിക്കവർ ചെയ്തു വരുന്ന നമ്മുടെ ധാരാളം പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം നമുക്ക് ദൈവകരങ്ങളിൽ ഇന്ന് രാവിലെ നമുക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ സച്ചിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവനെ കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കിക്കൊണ്ടിരിക്കാൻ കർത്താവ് അവനെ വിടുവിക്കുന്നതിനായിട്ട് നമുക്ക് നന്ദി പറയാം. ഫസ്റ്റ് സിബിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണ വിടുതലിനായിട്ടും സൗഖ്യത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സൂസനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണ സൗഖ്യം കർത്താവ് നൽകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ശാരീരികമായി ക്ഷീണത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന ബാക്കി എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം. കർത്താവ് സൗഖ്യമാക്കുവാൻ, കർത്താവ് കൈനീട്ടി തൊടുവാൻ, രോഗക്കിടക്ക മാറ്റി വിരിക്കുവാൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഇങ്ങനെയാ പറയുന്നത്, മുമ്പുള്ളവയെ ഓർക്കേണ്ട, കഴിഞ്ഞു പോയവയെ നിരൂപിക്കേണ്ട, ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു. കർത്താവ് നമുക്ക് വേണ്ടി പുതിയത് ചെയ്യുന്നതാകയാൽ പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരുമിച്ച് നമുക്ക് ഏൽപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് സിസ്റ്റർ സ്വരം പ്രാർത്ഥിക്കും. രോഗികളായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും എൻ്റെ വാക്കുകൾ കേൾക്കുന്നവർ ശാരീരികമായിട്ട് രോഗത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് വിശ്വസിക്കുക. കർത്താവ് ഇന്ന് പകൽക്കാലം രോഗസൗഖ്യത്തിന്റെ ഒരു അത്ഭുതം നിങ്ങളുടെ മധ്യത്തിൽ ചെയ്യാൻ പോവാ. ഒരു പ്രതീക്ഷയോടെ ഇരുന്നാട്ടെ.
ഇന്ന് കർത്താവെ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് എന്നെ തൊടുമെന്ന് ഞാൻ അറിയുന്നു, ഞാൻ ഏൽപ്പിച്ചു തരുന്നു. അവിടെ സൗഖ്യമാക്കണം, എൻ്റെ കുടുംബത്തെ സൗഖ്യമാക്കണം, എൻ്റെ ജീവിത പങ്കാളിയെ സൗഖ്യമാക്കണം, എൻ്റെ കുഞ്ഞുങ്ങളെ സൗഖ്യമാക്കണം, എൻ്റെ ദേശത്ത് ഉള്ള പ്രിയപ്പെട്ടവരെ സൗഖ്യമാക്കണം, എൻ്റെ സഭയെ സൗഖ്യമാക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ നല്ല പിതാവേ, കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഒരു മനസ്സോടെ കർത്താവെ കടന്നു വരുന്നു. കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, ഈ പേര് പറഞ്ഞ ഓരോരുത്തർക്കുമായി പ്രാർത്ഥിക്കുന്നു. പ്രിയ സച്ചിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. അവിടുത്തെ അടിപ്പിണരാനുള്ള സൗഖ്യം മകനായിരിക്കുന്ന കർത്താവെ ആ സ്ഥലത്ത് ഇറങ്ങി വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. അങ്ങ് കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് കർത്താവെ, ഹല്ലേലൂയ. അവിടുത്തെ അടിപ്പിണരാനുള്ള സൗഖ്യം ഞങ്ങളുടെ മേൽ പകർന്നിട്ടാണല്ലോ യേശുവേ, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവെ, അവിടെ ഞങ്ങളുടെ സകല രോഗങ്ങളെയും വഹിച്ചല്ലോ യേശുവേ. അത് ഞങ്ങൾ ഇന്ന് പകൽക്കാലം പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. അവിടുത്തെ ക്രൂശ് മരണത്തിലൂടെയുള്ള സൗഖ്യം ഞങ്ങൾ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പറയപ്പെട്ട 3 പേരുടെ മേലും, സിബി പാസ്റ്ററിന്റെ മേൽ, കർത്താവെ, സിസ്റ്റർ സൂസന്റെ മേൽ, കർത്താവെ, അവിടുത്തെ സൗഖ്യത്തെ ഞങ്ങൾ കൽപ്പിച്ചാക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. അവിടുത്തെ അടിപ്പിണരാനുള്ള സൗഖ്യം പ്രിയമക്കളുടെ മേൽ വന്നതിനായി നന്ദി പറയുന്നു. കർത്താവെ, ഹല്ലേലൂയ. അവിടുത്തെ വചനം പറഞ്ഞ ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്നാണല്ലോ യേശുവേ. അതുകൊണ്ട് കർത്താവെ, ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന യേശുവേ, ഈ 3 പേരും എത്രയും പെട്ടെന്ന് കർത്താവെ നോർമലായി കർത്താവെ അവരുടെ പഴയ കാര്യങ്ങളിലേക്ക് കർത്താവ് വ്യാപൃതരാകുവാൻ തക്കോണം കർത്താവരെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവ് അവരുടെ മേലും അവിടുത്തെ കരവിറങ്ങി വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ്, ഹല്ലേലൂയ. രോഗികളെ സൗഖ്യമാക്കുന്ന യേശു, ഹല്ലേലൂയ. അവിടുത്തെ സൗഖ്യശക്തി ഇപ്പോൾ തന്നെ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ പ്രാർത്ഥനയായിട്ടായി നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയമുള്ളവരെ, ബൈബിളില് വളരെ വിപ്ലവകരമായ അല്ലെങ്കിൽ നമ്മളെ വളരെ സർപ്രൈസ് ചെയ്യുന്ന ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. അത് വെളിപ്പാട് പുസ്തകം അതിന്റെ 3:20 അതിലിങ്ങനെയാണ് പറയുന്നത്: കണ്ടാലും ഞാൻ വാതിൽക്ക് നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വരികയും ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് ലവോദിക്കയിലെ സഭയുടെ മുമ്പിൽ നിന്ന് യേശു കർത്താവ് സഭയോട് പറയുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളോട് എന്നോടും, നിങ്ങൾ ഇതുവരെ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ചിലപ്പോൾ നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ യേശുവിനെ ബഹുമാനിക്കുന്ന വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ യേശുവിനെ ആദരിക്കുന്ന വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ യേശുവിനോട് പലപ്പോഴും പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ ഞാൻ നിങ്ങളോട് ഇന്ന് ഈ വെള്ളിയാഴ്ച രാവിലെ ഒരു കർത്താവിന്റെ ദാസൻ എന്നുള്ള നിലയിൽ നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ കർത്താവായി, നിങ്ങളുടെ ജീവിതത്തിന്റെ രക്ഷിതാവായി, നിങ്ങളുടെ ജീവിതത്തിന്റെ പൂർണ്ണ ഉടമസ്ഥാവകാശം താങ്കൾ യേശുവിന് കൊടുത്തിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ അത്തരം ഒരു വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത്, ബൈബിള് പറയുന്നു യേശു കർത്താവ് വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. ഹല്ലേലൂയ. ആരെങ്കിലും, യേശു പറയാണ്, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വരും. യേശു ഇവിടെ ഈ പറയുന്ന വാതിൽ ഒരു ചർച്ചിന്റെ വാതിൽ മാത്രമല്ല, നമ്മുടെ ഹൃദയവാതിലും ആകാം, നമ്മുടെ ഭവനത്തിന്റെ വാതിലാകാം, നമ്മുടെ ജീവിതത്തിന്റെ വാതിലാകാം, നമ്മുടെ തൊഴിലിന്റെ വാതിലാകാം. നമുക്ക് ഹല്ലേലൂയ എളിമയോടെ താഴ്മയോടെ നമ്മുടെ ഉന്നത ഭാവവും നമ്മുടെ നിഗളവും എനിക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളും ഹല്ലേലൂയ നമ്മുടെ പാരമ്പര്യവും എല്ലാം മാറ്റിവെച്ച് നമ്മുടെ വിദ്യാഭ്യാസത്തിലും നമ്മുടെ സമ്പത്തിലുമുള്ള നമ്മുടെ അഭിമാനം ഹല്ലേലൂയ എല്ലാം മാറ്റിവെച്ച് യേശുവേ അവിടുന്ന് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് പറയാൻ തയ്യാറായാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരത്ഭുതം നടക്കാൻ ഇടയാകും. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരത്ഭുതം നടക്കാൻ ഇടയാകും. ബൈബിള് പറയുന്നത് യേശുവാണ് ജീവൻ എന്നാണ്. ബൈബിള് പറയുന്നത് യേശുവാണ് വെളിച്ചമെന്നാണ്. ബൈബിള് പറയുന്നത് യേശുവാണ് വഴി എന്നാണ്. ബൈബിള് പറയുന്നത് യേശുവാണ് നീതി എന്നാണ്. ബൈബിള് പറയുന്നത് യേശുവാണ് സൗഖ്യമെന്നാണ്. ഇതുവരെ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥന ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം, പക്ഷെ നിങ്ങൾ ഇതുവരെ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതുപോലെ ഹൃദയം തുറന്ന് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, പ്രിയമുള്ള സഹോദര, പ്രിയമുള്ള സഹോദരി, പ്രിയ പിതാവേ, പ്രിയ മാതാവേ, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഏത് സാഹചര്യത്തിലും ആകട്ടെ, യേശുവേ
അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. എൻ്റെ ഹൃദയം ഞാനിത് അങ്ങേക്കായി തുറന്നു തരുന്നു. എൻ്റെ കുറവുകളെ ക്ഷമിക്കണം. പലപ്പോഴും ഞാൻ അങ്ങയെ ധിക്കരിച്ച് അങ്ങയെ തള്ളിക്കളഞ്ഞ് അങ്ങയോട് മത്സരിച്ച് ഞാൻ നടന്നു പോയിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണമേ. എനിക്ക് അങ്ങയുടെ സഹായം ആവശ്യമുണ്ട്. എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാൻ, എൻ്റെ രോഗസൗഖ്യമാകുവാൻ, ഞാൻ ഇന്നായിരിക്കുന്ന ഈ വലിയ വിഷമ വൃത്തത്തിൽ നിന്ന് പുറത്തു കടക്കുവാൻ എനിക്ക് അങ്ങയുടെ സഹായം ആവശ്യമുണ്ട് എന്ന് നമുക്ക് പറയാം. അങ്ങനെ നിങ്ങൾ ഇന്ന് പകൽക്കാലം പറയാൻ തയ്യാറാകുകയാണെങ്കിൽ യേശു എന്ത് ചെയ്യുമെന്നറിയാമോ? യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. യേശു നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും. യേശു നമ്മുടെ പ്രയാസത്തിൽ നമ്മളെ വിടുവിക്കും. യേശു നമ്മുടെ ജീവിതത്തിലെ അകൃത്യങ്ങൾ എത്ര കടും ചുവപ്പാണെങ്കിലും, നമ്മൾ എത്ര വലിയ ചേറ്റിന്റെ കുഴിയിലാണെങ്കിലും യേശു നമ്മുടെ ഹല്ലേലൂയ നമ്മളെ കഴുകി നമ്മളെ ശുദ്ധീകരിച്ച് നമുക്ക് വിശുദ്ധിയുടെ വസ്ത്രം നൽകി, നിർമ്മല വസ്ത്രം നൽകി യേശു നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ ഇടയാകും. അങ്ങനെ ഒരിക്കൽ നമ്മൾ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അന്ന് മുതൽ, ആ നിമിഷം മുതൽ നമുക്ക് ഒരു പുതിയ സൃഷ്ടിയായി മാറാൻ കഴിയും. We can become a new creation. വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. ഹല്ലേലൂയ. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. പഴയ തകർന്ന, ഉടഞ്ഞ, അപമാനം നിറഞ്ഞ, ദുർഗന്ധം വമിക്കുന്ന ഭൂതകാലമെല്ലാം വിട്ട് വിശുദ്ധിയുടെ, നിർമ്മലതയുടെ, അഭിമാനത്തിന്റെ, സ്തോത്രത്തിന്റെ, സ്തുതിയുടെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, ദൈവിക സംരക്ഷണത്തിന്റെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുവാൻ ഇന്ന് സർവശക്തനായ കർത്താവ് എന്റെ വാക്കുകൾ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളെ വിളിക്കുക. പ്രൈസ് ദി ലോർഡ്. ദയവായി ഹല്ലേലൂയ യേശുവിന്റെ മുമ്പാകെ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ദയവായി ഇന്ന് യേശു നൽകുന്ന ഈ ക്ഷണം നിരസിക്കരുത് എന്ന് എനിക്ക് നിങ്ങളോട് ഒരപേക്ഷയുണ്ട്. ഹല്ലേലൂയ. കണ്ണുകളെ അടയ്ക്കാം. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ പിന്നാലെ പറയണം. സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ തിരുസന്നിധിയിലേക്ക് ഞാൻ കടന്നു വരുന്നു. യേശു കർത്താവേ, എൻ്റെ ഹൃദയവാതിൽ അങ്ങേക്കായി തുറന്നു തരുന്നു. അങ്ങ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. എൻ്റെ ജീവിതത്തിലെ സകല പാപങ്ങളും കർത്താവിനോട് ക്ഷമിക്കണമേ. എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. അങ്ങയെ എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവും രക്ഷിതാവുമായി ഞാൻ സ്വീകരിക്കുന്നു. ഇന്ന് മുതൽ അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ എന്നെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര വലിയ ഒരു തീരുമാനമാണ്. നിങ്ങൾ ഇതുവരെ ജീവിതത്തിലേക്ക് യേശുവിനെ സ്വീകരിക്കാത്ത വ്യക്തിയാണെങ്കിൽ, ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ആരാധിക്കുന്ന വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ യേശുവിനെ ബഹുമാനിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ യേശുവിന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ കൈമാറിയിട്ടില്ലെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് അതൊരു തീരുമാനമെടുത്താൽ ബൈബിൾ പറയുന്നു സ്വർഗം സന്തോഷിക്കും, ദൂതന്മാർ സന്തോഷിക്കും. ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, ഒരു പാപിയുടെ മാനസാന്തരത്തിൽ സ്വർഗം സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെയും എന്നെയും കുറിച്ച് ഓർത്ത് സ്വർഗം സന്തോഷിക്കുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവം നിങ്ങൾക്ക് അത്ര ഒരു ഭാഗ്യം തന്നെങ്കിൽ, ഇന്ന് നിങ്ങൾ ആദ്യമായി യേശുവിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുത്തെങ്കിൽ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. ഞങ്ങൾ നിങ്ങളോട് കൂടെ ചേർന്ന് സന്തോഷിക്കും. നിങ്ങൾക്ക് തുടർന്ന് യേശുവിനെ അറിയാനും യേശുവിന്റെ കൂടെ നടക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ആരാധിക്കുന്ന ഒരു കൂട്ടായ്മയുമായി ബന്ധപ്പെടുകയോ, പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ ഞങ്ങളോട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യുകയോ ചെയ്യാം. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം ഹല്ലേലൂയ നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങൾക്കായി പദ്ധതികളെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിലയേറിയ അവസരം ഒരിക്കലും നഷ്ടമാക്കരുത് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ധാരാളം പേരെ ഇന്ന് രാവിലെ എനിക്ക് കാണാനായിട്ട് പറ്റും. ബ്രദർ ജോൺസനെ കാണാം, ജോൺ അബ്രഹാം അങ്കിളിനെ എനിക്ക് കാണാനായിട്ട് പറ്റും, മാത്യുവിനെ എനിക്ക് നേരത്തെ കാണാനായിട്ട് പറ്റി. ഹല്ലേലൂയ. മറ്റ് പ്രൈസ് ദി ലോർഡ് എൻ്റെ സ്ക്രീനിൽ തെളിയുന്നവരെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഒത്തിരി പേര് എന്നെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ കുടുംബമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാനും ഷർണും ആൻഡിലിഷ അഡോണൈസും ഞങ്ങൾ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കും. കർത്താവ് നിങ്ങളെ കൈവിടുകയില്ല. നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നൽകിയ വലിയ ഭാഗ്യത്തിനായി സ്തോത്രം. ആ ദൈവ സാന്നിധ്യത്തിനായിട്ട് നന്ദി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ അല്പസമയം ആ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, പ്രൈസ് ദി ലോർഡ്,
ഒരു നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കാനും ഇന്ന് നമ്മൾ ധ്യാനിക്കാനും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഇന്ന് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തിലുള്ള പ്രൈസ് ദി ലോർഡ് അല്ലെങ്കിൽ കർത്താവ് തന്നിരിക്കുന്ന ഒരു ചിന്തയെക്കുറിച്ച് ആണ് പ്രൈസ് ദി ലോർഡ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് പ്രൈസ് ദി ലോർഡ് നമുക്ക് ഒരു പോരാട്ടം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കും എനിക്കും നമ്മുടേതായിട്ടുള്ള ചില യുദ്ധങ്ങളെ, നമ്മുടേതായിട്ടുള്ള ചില പോരാട്ടങ്ങളെ, നമ്മുടേതായിട്ടുള്ള ചില അതിജീവിക്കലുകളെ നടത്തി മാത്രമേ മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ പ്രൈസ് ദി ലോർഡ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആൾക്കാരെല്ലാം സ്പിരിച്വൽ പാസിഫിസം എന്നാണ് പറയുന്നത്. സ്പിരിച്വലി പാസീവാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും എന്താണ്? ആത്മീയമായി നിർമേഷരാണ്, യാതൊരു നിർവികാരരാണ്, ആത്മീകരായി. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ആൾക്കാർ പാപത്തിലാണോ ജീവിക്കുന്ന? അല്ല. പ്രൈസ് ദി ലോർഡ്. പള്ളിയിൽ പോകാറില്ലേ? പോകാറുണ്ട്. പ്രാർത്ഥിക്കാറില്ലേ? പ്രാർത്ഥിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവർക്ക് ഒരു ആത്മീകമായ ഒരു ദൗത്യം ദൈവം നൽകിയിട്ടുണ്ടെന്നും പ്രൈസ് ദി ലോർഡ് ദൈവം നമ്മളെ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം പൂർത്തീകരിക്കേണ്ട ആവശ്യമുണ്ടെന്നും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പല ആളുകളും പ്രൈസ് ദി ലോർഡ് പലപ്പോഴും ഓർക്കാറില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇന്ന് രാവിലെ നമ്മൾ ഉപവാസത്തോടെ ദൈവസ്ഥാനത്തിലായിരിക്കുമ്പോൾ ദൈവാത്മാന്റെ ഹൃദയത്തിൽ തന്ന ചില ചിന്തകളെയാണ് ഇന്ന് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവം നമുക്കറിയാം. എഫേസ്യ ലേഖനം നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ കൊരിന്ത്യൻ ലേഖനത്തിൽ നിന്നും എഫേസ്യ ലേഖനത്തിൽ നിന്നെല്ലാം നമ്മൾ ചിന്തിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ചിന്തിച്ചത് നമ്മൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും നമ്മുടെ പോരാട്ടം ജഡികമല്ല എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ ദുഷ്ടാത്മാ സേനകളോടും അത്രേ നമ്മൾ ദൈവജനത്തിൽ നിന്ന് നമ്മൾ വായിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് പലപ്പോഴും വളരെ വളരെ എളുപ്പമാണ് നമ്മുടെ പോരാട്ടങ്ങളെ, നമുക്കുള്ള എതിർപ്പുകളെ ഹല്ലേലൂയ അത് പൈശാചികമാണെന്ന് മനസ്സിലാക്കുന്നതിന് പകരം നമ്മൾ വ്യക്തികളെ ആക്രമിക്കുകയും വ്യക്തികളെ കുറ്റപ്പെടുത്തുകയും ഈ വ്യക്തി മുഖാന്തരം ഏതെങ്കിലും ഒരു വ്യക്തി മുഖാന്തരമാണ് നമുക്ക് വലിയ ദോഷം വരുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗ മുഖാന്തരമാണ് നമുക്ക് എന്തൊരു ദോഷം വരുന്നതൊക്കെ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് ഹ്യൂമനാണ്, അത് മാനുഷികമായ ചിന്തയാണ്. പക്ഷെ ദൈവം ആത്മീകമായ ചിന്ത നമ്മളോട് പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് മനുഷ്യരോടല്ല. ഹല്ലേലൂയ. നമുക്ക് പോരാട്ടമുള്ളത് ഏതെങ്കിലും വ്യക്തികളോട് രാജ്യങ്ങളോടല്ല. നമുക്ക് പോരാട്ടമുള്ളത് പൈശാചിക മണ്ഡലത്തോടാണ്. അപ്പൊ അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ എഫേസ്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ എഫേസ്യർ 6:10 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. അവിടെ എഫേസ്യർ 6:10 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് അവിടെ ഇങ്ങനെ പറയുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടെ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയാണ്. എന്താണ് പറയുന്നത്? അവിടെ പറയാണ്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ വചനം നിങ്ങളെ എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്താണ്? കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. എഫേസ്യർ 6:10 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. അവിടെ നമ്മളോട് പറയാണ്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയാണ്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയാണ്, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിന്റെ സർവായുധ വർഗം നമ്മൾ ധരിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ എന്താ? പടച്ചട്ട ധരിക്കണം. തലയിൽ ഹെൽമെറ്റ്. പ്രൈസ് ദി ലോർഡ്. കയ്യിൽ എന്താണ്? വാള്, പരിച. പ്രൈസ് ദി ലോർഡ്. കാലുകളിൽ ഷൂസ്, അരയ്ക്ക് ബെൽറ്റ്, മാർക്കച്ചയൊക്കെ കെട്ടി നമ്മൾ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയാണ്, നമ്മൾ യുദ്ധത്തിന് തയ്യാറായി നിൽക്കണം. പക്ഷെ സർവായുധ വർഗമല്ലേ എന്നും ധരിച്ച് ഒരിക്കലും, അല്ലെങ്കിൽ ഒരു മിലിറ്ററിയിലെ യുദ്ധത്തിന് വേണ്ടി AK-47 തോക്കും കൈ പിടിച്ച് പ്രൈസ് ദി ലോർഡ് ലൈറ്റ് ഒക്കെയുള്ള, അല്ലെങ്കിൽ എന്താണ് ലെൻസ് ഒക്കെയുള്ള, ക്യാമറയൊക്കെയുള്ള, ഹെൽമെറ്റ് എല്ലാം വെച്ച് വലിയ ബൂട്ട്സ് ഒക്കെ ഇട്ട് ഒരിക്കലും യുദ്ധം ചെയ്യാത്ത ഒരു പടയാളിയെ കുറിച്ച് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാട്ടെ.
പ്രൈസ് ദി ലോർഡ്. തന്റെ രാജ്യത്തെ ശത്രുക്കൾ കീഴടക്കിയാണ്, തന്റെ കുടുംബങ്ങളെ ശത്രുക്കൾ കീഴടക്കിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ ഈ തോക്ക് കയ്യിലുള്ള, ആയുധം കയ്യിലുള്ള വ്യക്തി ഒന്നും അനങ്ങാതെ നിൽക്കുകയാണ് എങ്കിൽ പ്രൈസ് ദി ലോർഡ്, അത്തരൊരു പടയാളിയെ കുറിച്ച് നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കാലഘട്ടത്തിലെ ധാരാളം വിശ്വാസികൾ അവരുടെ ആത്മീയ ജീവിതം നയിക്കുന്നത് അങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശത്രു എരച്ച് കയറി ഇതാ ഇവിടെ ധാരാളം പേരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നു, കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്നു, പീഡനങ്ങളിലേക്ക് നയിക്കുന്നു, ആക്സിഡന്റുകളിലേക്ക് നയിക്കുന്നു, യുദ്ധങ്ങളിലേക്ക് നയിക്കുന്നു, ഡിപ്രഷനിലേക്ക് നയിക്കുന്നു, പ്രത്യാശയില്ലാതെ സമാധാനമില്ലാതെ മയക്കുമരുന്നിലേക്കും മദ്യത്തിലേക്കും എല്ലാം നയിക്കുന്നു. 100 കണക്കിന് ആളുകളെ ഓരോ ദിവസവും ശത്രു കടന്നു വന്ന് അടിമയാക്കിക്കൊണ്ടിരിക്കുകയാണ്, ബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സർവ ആയുധ വർഗവും കയ്യിലുള്ള പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ വിശ്വാസി എന്ത് ചെയ്യാണ്? അവൻ നിശ്ചേഷ്ടനായി, നിർവികാരനായി, നിർനിമേഷനായി ഇതെല്ലാം നോക്കിക്കണ്ട് നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത്തരൊരു പടയാളിയെ കുറിച്ച്, അത്തരൊരു പോരാളിയെ കുറിച്ച് എന്താണ് പറയേണ്ടത്? പ്രൈസ് ദി ലോർഡ്. അത്തരൊരു പോരാളിയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളും ഞാനും നമ്മുടെ സ്ഥാനത്ത് ഉറച്ചു നിന്ന് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം നിങ്ങളും ഞാനും പൂർത്തീകരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്റെ വാക്കുകൾ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഹല്ലേലൂയ യേശുവിനെ അറിഞ്ഞു, യേശുവിനെ സ്വീകരിച്ചു, യേശുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിൽ വന്നു. ഇപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ജീവിക്കുന്നത് തന്നെ സർവായുധ വർഗവും ധരിച്ചിട്ടാണ്. യേശുവിന്റെ നാമമുണ്ട്, യേശുവിന്റെ രക്തമുണ്ട്, ദൈവവചനമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. പക്ഷെ ഇനി അടുത്ത ഒരു വലിയ ദൗത്യം നിങ്ങളെ എന്നെ ദൈവം ഏൽപ്പിച്ചിട്ടുള്ളത് നിങ്ങളോട് ഇന്ന് പ്രഭാതത്തിൽ ഓർമ്മിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അത് എന്താണെന്ന് അറിയാമോ? അത് യുദ്ധം ചെയ്യുവാനുള്ളതാണ്. ഇതുപോലെ ബന്ധനത്തിലായിരിക്കുന്ന അനേകരെ വിടുവിക്കുവാൻ പ്രൈസ് ദി ലോർഡ് ദൈവം നിങ്ങളെയും എന്നെയും ഉപയോഗിക്കുവാനായി ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരാകാം, നമ്മുടെ ചുറ്റുപാടുള്ളവരാകാം, നമ്മുടെ അയൽവക്കത്തുള്ളവരാകാം, നമുക്ക് പരിചയമുള്ള അനേക വ്യക്തികളാകാം. അവരെ വിടുവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു, അവരെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് നല്ല ഒരു ചിത്രം എഴുതിയിരിക്കുന്ന നെഹമ്യാവിന്റെ പുസ്തകത്തിലാണ്. ബൈബിളിൽ നെഹമ്യാവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ നെഹമ്യാവ് എന്ന് പറയുന്ന വ്യക്തി ആരാണ്? പ്രൈസ് ദി ലോർഡ്. ശൂശൻ എന്ന് പറയുന്ന എന്ന രാജ്യത്തെ അല്ലെങ്കിൽ അവിടുത്തെ രാജധാനിയില് പ്രൈസ് ദി ലോർഡ് അവിടുത്തെ ഒരു എന്താണ് രാജാവിന്റെ ഉന്നതനായ സേവകനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ നെഹമ്യാവ് എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ ഈ നെഹമ്യാവിന്റെ ജീവിതത്തിൽ പ്രൈസ് ദി ലോർഡ് നെഹമ്യാവ് ഒരിക്കൽ നമ്മൾ നെഹമ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ 1 മുതലുള്ള ഭാഗങ്ങൾ 1 മുതലുള്ള അധ്യായങ്ങൾ വായിക്കുകയാണെങ്കിൽ ഇങ്ങനെ കാണാം. അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയാണ് പ്രൈസ് ദി ലോർഡ് 20-ാം ആണ്ടിൽ ക്ലീസേവ് മാസത്തിൽ ഞാൻ ശൂശൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ എന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെ കുറിച്ചും യെരുശലേമിനെ കുറിച്ചും ചോദിച്ചു. അതിനവർ എന്നോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിന്റെ വാതിലുകൾ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുറ്റും കിടക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒരിക്കൽ നെഹമ്യാവ് ഇങ്ങനെ ശൂശൻ രാജധാനിയിൽ രാജാവിന്റെ കൊട്ടാരത്തിൽ ഇരിക്കുമ്പോൾ അങ്ങ് അദ്ദേഹം അടിമകളായി പിടിച്ചുകൊണ്ടുവന്ന ആളുകളുടെ കൂട്ടത്തിലുള്ളതാണ്. പക്ഷെ തന്റെ നാട് യെരുശലേമാണ്. അവിടെ യെരുശലേമിൽ അടിമകളായി പോകാത്ത ഒരു കൂട്ടം ആളുകൾ തന്റെ ഭവനത്തിൽ, തന്റെ കുടുംബത്തിൽ, തന്റെ കൂട്ടക്കാരുടെ ഇടയിൽ അവിടെ യെരുശലേമിലുണ്ട്. അദ്ദേഹം അവിടെ നിന്ന് വന്ന ആൾക്കാരോട് നെഹമ്യാവ് ചോദിച്ചു, ഈ യെരുശലേമിലുള്ള ആൾക്കാർക്കൊക്കെ എന്തുണ്ട് വിശേഷം? അവരുടെ ജീവിതമൊക്കെ എങ്ങനെയാണ്? അവർ നന്നായിരിക്കുന്നോ? പ്രൈസ് ദി ലോർഡ്. അവരുടെ സ്ഥിതി എന്താണ്? യെരുശലേമിലെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പൊ ആളുകൾ പറയാണ്. അപ്പൊ വന്ന ആളുകൾ ഇദ്ദേഹത്തോട് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്. എന്താണെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. ആ പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ആ ശേഷിപ്പ് അവര് എന്ത് ചെയ്യുന്നു? ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവർക്ക് നെഹമ്യാവ് കേൾക്കാനിടയായ മറുപടി ഇങ്ങനെയാണ്. യെരുശലേമിൽ പാർക്കുന്ന ആളുകൾ എന്താണ്? അവർ മഹാകഷ്ടത്തിലാണ്, അവര് അപമാനത്തിലാണ്.
പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുകയാണ്. അതിന്റെ വാതിലുകളെ തീ വെച്ച് ചുട്ടു കിടക്കുകയാണ്. മതിലിടിഞ്ഞു പോയി, വാതിലുകൾ തീ വെച്ച് ചുട്ട് കത്തിച്ചു കളഞ്ഞു. ആ ജനം വലിയ കഷ്ടത്തിലാണ്, ജനം വലിയ അപമാനത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയാണ് അദ്ദേഹത്തിന് വാർത്ത കേൾക്കാൻ ഇടയായത്. നമ്മളീ പലരുടെയും കുടുംബങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ, നമ്മളീ പലരുടെയും ബന്ധുജനങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ, ചിലപ്പോൾ നെഹമ്യാവിനെ പോലെ നിങ്ങളും ഞാനും നല്ല കൊട്ടാരമോ നല്ല സൗകര്യമോ നല്ല സാഹചര്യമോ 3 നേരം വയറ് നിറച്ച് കഴിക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ 4 നേരം വയറ് നിറച്ച് കഴിക്കുവാൻ ആഹാരമോ എല്ലാം നമുക്കുണ്ട്. യാത്ര ചെയ്യാൻ വാഹനമുണ്ട്, ധരിക്കാൻ വസ്ത്രമുണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ ദൈവം ചിലരെ മാന്യരാക്കി കാണാം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നമ്മുടെ കുടുംബത്തിലുള്ള ചിലരെ കുറിച്ച്, നമ്മൾ ഇട്ടിട്ട് വന്ന ചിലരെ കുറിച്ച് ചിന്തിച്ചാൽ അവരുടെ അവസ്ഥ എങ്ങനെയാണ്? നെഹമ്യാവ് കൊട്ടാരത്തിൽ ഇരിക്കുമ്പോൾ ചിന്തിച്ചത് തന്റെ കൂട്ടക്കാരെ കുറിച്ചിട്ടാണ്, തന്റെ കുടുംബാംഗങ്ങളെ കുറിച്ചാണ്, തന്റെ പ്രിയപ്പെട്ടവരെ കുറിച്ചാണ്, തന്റെ യഹൂദന്മാരായിട്ടുള്ള യേശുക്രിസ്തുവിന്റെ അബ്രഹാമിന്റെ മക്കളായിട്ടുള്ള ആ ജനത്തെ കുറിച്ചിട്ടാണ് താൻ ചിന്തിച്ചത്. അവരോട് ചോദിച്ചു അവരുടെ സ്ഥിതിഗതികൾ ഒക്കെ എങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇന്ന് വരെ നിങ്ങളും ഞാനും നമ്മുടെ മാത്രം കാര്യം നോക്കിയാണ് ജീവിച്ചതെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് കൂടി ചിന്തിക്കുവാനുള്ള സമയം ആയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുണ്ടെങ്കിൽ ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ. മറ്റുള്ളവരെ കുറിച്ച് കൂടി ചിന്തിക്കുവാനുള്ള സമയമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതേ ഇങ്ങനെ ഇവരോട് ചോദിച്ചപ്പോഴാണ് ഇത്രയും വർത്തമാനം, ഇത്രയും വാർത്തകൾ അവരെ കുറിച്ച് കേൾക്കാനായിട്ട് ഇടയായത്. ഉടനെ അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? 4-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിൽ ദൈവത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ തന്റെ കുടുംബത്തിന്റെ സ്ഥിതി അറിഞ്ഞ ഉടനെ, തന്റെ കുടുംബത്തിലുള്ള ഒരു അപമാനത്തിലും മഹാകഷ്ടത്തിലും കഴിയുന്നു എന്നുള്ള വാർത്ത അറിഞ്ഞ ഉടനെ അവർ പാർക്കുന്ന പട്ടണത്തിന്റെ മതിലിത ഇടിഞ്ഞുപോയി, വാതിലുകൾ തീ വെച്ച് ചുട്ടുകളഞ്ഞിരിക്കുകയാണ്. വാതിലുകളില്ല, മതിലുകളില്ല, അപമാനത്തിലാണ്, മഹാകഷ്ടത്തിലാണ്. ഇങ്ങനെ തന്റെ കൂട്ടക്കാർ കിടക്കുന്നത് കണ്ട്, തന്റെ കൂട്ടക്കാർ കഴിയുന്നത് കണ്ട് ഇത് ആ വാർത്ത കേട്ട് ഉടനെ എന്ത് ചെയ്തു? അത് ഇരുന്ന് കരഞ്ഞു. കുറെ നാൾ, ബൈബിൾ പറയാണ് മെനി ഡേയ്സ്, കുറെ നാൾ എന്ത് ചെയ്തു? ഞാൻ ദുഃഖിച്ചും ഉപവസിച്ചും ആലറി കരഞ്ഞും കൊണ്ട് ആലറിയ അവരുടെ സന്നിധിയിൽ ഞാൻ ദുഃഖിച്ചും ആലറിയ ഇരുന്ന് കരഞ്ഞു. കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. അതേ പറയാണ്, അത് ഇങ്ങനെ പ്രാർത്ഥിച്ചു. എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? അത് ഇങ്ങനെ പ്രാർത്ഥിച്ചു. എന്താണ്? സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ചു നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദൈവവും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായി ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ. അദ്ദേഹം പറയാണ്, കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പിതാക്കന്മാർ, എന്റെ കുടുംബാംഗങ്ങളൊക്കെ ഒത്തിരി പാപം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്റെ പ്രാർത്ഥന കേൾക്കാൻ തക്കവണ്ണം അവിടുത്തെ കാത് തുറക്കണമേ. അവരെ കാണാൻ തക്കവണ്ണം അവരുടെ അങ്ങയുടെ കണ്ണിനെ അവിടെ തുറക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനിടയായി. നിങ്ങളുടെ കൈ ബൈബിളുകൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ നെഹമ്യാവിന്റെ പുസ്തകം നിങ്ങൾ വായിക്കണം. നമ്മുടെ ദേശത്തിനു വേണ്ടി, നമ്മുടെ കുടുംബക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള വലിയൊരു ഉത്തരവാദിത്വം നമുക്ക് വേണ്ടിയിട്ടുണ്ട്. ദൈവം നമുക്ക് സർവായുധ വർഗം തന്നിട്ടുണ്ട്. ആത്മികമായി മുന്നേറാനുള്ള കൃപ ദൈവം നമുക്ക് തന്നു. സാമ്പത്തികം നേടാനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നു. നല്ല കൂട്ടായ്മകളെ ദൈവം നമുക്ക് തന്നു. എന്നാൽ യേശുവിനെ അറിയാത്ത, കർത്താവിനെ അറിയാത്ത, ആത്മീകമായി യാതൊരു തിരിച്ചറിവില്ലാത്ത അനേകം നമ്മുടെ കുടുംബാംഗങ്ങൾ, പ്രിയമുള്ളവരെ, നമ്മുടെ അയൽക്കാർ, നമ്മുടെ ചുറ്റുപാടുമുള്ളവർ അനേകർ നമ്മുടെ ചുറ്റുപാടും പാർക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നെഹമ്യാവിന് അവരെ കുറിച്ച് കേട്ട ഉടനെ സങ്കടം വന്നു. കരഞ്ഞു ദൈവസന്നിധിയിൽ. അത് അവർക്ക് വേണ്ടി ഉപവസിച്ചു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മറ്റൊരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഉപവസിച്ചിട്ട് എത്ര നാളായി? മറ്റൊരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എത്ര നാളായി? സ്വന്തം കാര്യത്തിന് വേണ്ടി, വിസയ്ക്ക് വേണ്ടി, എക്സാമിന് വേണ്ടി, റിസൾട്ടിന് വേണ്ടി, വിവാഹത്തിന് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. ജോലിക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, മറ്റൊരു വ്യക്തിക്ക് വേണ്ടി, കുടുംബത്തിലെ മറ്റൊരാളിന് വേണ്ടി, നമ്മുടെ അയൽവക്കത്തുള്ള മറ്റൊരു വ്യക്തിക്ക് വേണ്ടി, നമ്മുടെ ദേശത്തുള്ള മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരയുകയോ, ദൈവസന്നിധിയിൽ ഉപവസിക്കുകയോ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ട് എത്ര നാളായി? നിങ്ങളെ ദൈവ സർവായുധ വർഗം ധരിപ്പിച്ചു. നമുക്ക് സർവ ആയുധം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ഇതെല്ലാം ധരിച്ച് നമ്മൾ വെറുതെ ഇരുന്നാൽ മതിയോ? പോരാ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കൂട്ടങ്ങളെ, നമ്മുടെ കുടുംബക്കാരെ, നമ്മുടെ സ്നേഹിതരെ, നമ്മുടെ കൂടെ പഠിച്ചവരെ, കോളേജില്, സ്കൂളില്, നഴ്സറിയില് ഒക്കെ നമ്മുടെ കൂടെ പഠിച്ചവരെ, നമ്മളുടെ കൂടെ പല കാലങ്ങളിൽ ജോലി ചെയ്തവരെ, പല കാലങ്ങളിൽ നമ്മുടെ അയൽക്കാരായി ജീവിച്ചവരെ എല്ലാം പിശാച് ആക്രമിക്കുകയാണ്. അവരെന്ത് ചെയ്യണമെന്നറിയാതെ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ നമ്മളെ യെരൂശലേമിനെ കുറിച്ച് കേട്ടതുപോലെ എന്താണ്? വാതിലുകൾ ആളുകൾ കത്തിച്ചു കളഞ്ഞിരിക്കുകയാണ്, മതിലുകൾ ഇടിഞ്ഞു കളഞ്ഞിരിക്കുകയാണ്. അവർ വലിയ കഷ്ടത്തിലും അപമാനത്തിലും കഴിയുകയാണ്. അവരെ കുറിച്ച് ഉപവസിക്കുവാൻ, അവരെ കുറിച്ച് പ്രാർത്ഥിക്കുവാൻ, അവരുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാൻ, അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരേണ്ട വലിയൊരു ഉത്തരവാദിത്വം നിങ്ങളെ എന്നെയും സ്വർഗത്തിലെ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ ഉത്തരവാദിത്വം നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ പാസീവായിട്ടുള്ള നമ്മുടെ ഈ ഒരു ആളടിയ ഈ ഒരു ജീവിതത്തിന് ഒരു അറുതി വരുത്താനുള്ള സമയമായി. ഇനി നമ്മൾ ആക്റ്റീവ് ആകേണ്ട സമയമാണ്. യുദ്ധം ചെയ്യേണ്ട സമയമാണ്. യുദ്ധം ചെയ്യേണ്ടത് എവിടെയാണ്? പ്രാർത്ഥന മുറിയിലാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നെഹമ്യാവിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവരുടെ സാഹചര്യത്തെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവര് നെഹമ്യാവ് എന്ത് ചെയ്തെന്നറിയോ? നെഹമ്യാവ് യെരൂശലേമിന്റെ ആ മതിലുകളെ പണിയുവാൻ, ആ വാതിലുകളെ പണിയാൻ എല്ലാം നെഹമ്യാവ് തീരുമാനിച്ചു. അവർ ജോലിക്ക് വേണ്ടി പ്രൈസ് ദി ലോർഡ് അവര് മുന്നോട്ട് പോവുകയാണ്. എന്നിട്ട് ഇങ്ങനെ 4-ാമത്തെ അധ്യായത്തിന് 1-ാമത്തെ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ മതിൽ പണിയുന്നു എന്ന് സൻബല്ലത്ത് കേട്ടപ്പോൾ അവർ കോപവും മഹാരോഷവും പൂണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. പ്രൈസ് ദി ലോർഡ്. അവര് മതിൽ പണിയാന് ഹല്ലേലൂയ തുടങ്ങിയെന്ന് കേട്ടപ്പോൾ കുറെ ആളുകൾക്ക് ഈ പൈശാചികമായിട്ടുള്ള എതിർപ്പ് അവർക്ക് നേരിടാനായിട്ട് വന്നു. എന്താണ്? അല്ലെങ്കിൽ അവർ മതില് പണിയുന്നു എന്ന് കേട്ട ഉടനെ എന്ത് ചെയ്തു? ചിലർക്ക് കോപവും മഹാരോഷവും എല്ലാം ഉണ്ടായി. ഈ ദുർബലരായിട്ടുള്ള ഇവര് എന്തു ചെയ്യാൻ പോകുന്നു? ഈ ദുർബലരായിട്ടുള്ള യഹൂദന്മാർ എന്തു ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവർ കോപിക്കാനിടയായി. പക്ഷേ ഹല്ലേലൂയ, നെഹമ്യാവൊക്കെ എന്ത് ചെയ്തെന്നറിയോ? 10-ാമത്തെ വാക്യത്തിൽ പറയാണ്: എന്നാൽ യഹൂദർ ചുമട്ടുകാരുടെ ശക്തി ക്ഷയിച്ചു പോകുന്നു, കല്ലും മണ്ണും ഇനി വളരെ കിടക്കുന്നു, ആകയാൽ മതിൽ പണിയാൻ നമുക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞ് അവര് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് നിരാശപ്പെടുകയാണ്. എതിർപ്പുകൾ അവരുടെ മുമ്പിൽ വരികയാണ്. പ്രൈസ് ദി ലോർഡ്. അവർക്കെതിരെ അപമാനങ്ങൾ വരികയാണ്. ശത്രു കോപിച്ച് നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ എന്ത് ചെയ്തു? അവരെ നിരാശ പിടിക്കാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. 12-ാമത്തെ വാക്യത്തിൽ പറയാണ്: അവരുടെ സമീപം പാർത്ത യഹൂദന്മാർ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നു, നിങ്ങൾ ഞങ്ങളുടെ അടുക്കൽ വരുവിനെന്ന് 10 പ്രാവശ്യം ഞങ്ങളോട് അപേക്ഷിച്ചു. അതുകൊണ്ട് ഞങ്ങൾ മതിലിന്റെ പിമ്പുറത്ത് പൊക്കം കുറഞ്ഞ സ്ഥലങ്ങളിലും തുറന്നു കിടക്കുന്ന സ്ഥലങ്ങളിൽ ആളുകളെ ആക്കി ജനത്തെ കുടുംബമായി വാളുകളോടും കുന്തങ്ങളോടും വില്ലുകളോടും കൂടെ നിർത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണ്? പലരും എതിർക്കുമ്പോൾ, പലരും നിരാശപ്പെടുത്തുമ്പോൾ, നമുക്കറിയാം വിശുദ്ധ ജീവിതത്തിലേക്ക് ഹല്ലേലൂയ ജനത്തെ നമ്മൾ വിശ്വാസത്തിലേക്ക്, വിശുദ്ധിയിലേക്ക്, സമാധാനത്തിലേക്ക് നയിക്കുമ്പോൾ ആദ്യം നമുക്ക് ലഭിക്കുന്ന പ്രതികരണം സുഖകരമായിരിക്കണമെന്നില്ല. പലരും കോപിച്ചേക്കാം, പലരും എതിർത്തേക്കാം. പക്ഷെ നമ്മൾ മടുത്തു പോകേണ്ട ആവശ്യമില്ല. നമ്മൾ നിരാശപ്പെട്ട് ജനത്തെ നോക്കുമ്പോൾ ജനമെല്ലാം നിരാശപ്പെട്ടിരിക്കുന്നത് നമുക്ക് ചിലപ്പോൾ കാണാനായിട്ട് ഇടയാകും. എന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയാണ്: ഞാൻ നോക്കി എഴുന്നേറ്റ് നിന്ന് പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും നിങ്ങൾ അവരെ പേടിക്കേണ്ട, വലിയവനും ഭയങ്കരനുമായ കർത്താവിനെ ഓർത്ത് നിങ്ങളുടെ സഹോദരന്മാർക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ഭാര്യമാർക്കും വീടുകൾക്കും വേണ്ടി പൊരുതുവീൻ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഇതുപോലത്തെ ഒരു സമയം വന്നിരിക്കുകയാണ്. കുടുംബങ്ങളിൽ സമാധാനമില്ല, ഹല്ലേലൂയ, സ്വസ്ഥതയില്ല. അപ്പൊ ദൈവത്തിന്റെ വചനം നെഹമ്യാവ് പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്. നെഹമ്യാവ് പറഞ്ഞ അതേ വചനം നിങ്ങളുടെ ജീവിതത്തിൽ 14-ാമത്തെ വാക്യത്തിൽ പറയാണ്. എന്താണ് പറയുന്നതെന്നറിയോ? അവിടെ പറയാണ് പ്രൈസ് ദി ലോർഡ്. And I looked and rose and said to them, at the nobles, to the leaders and to the rest of the people, do not be afraid of them. Remember the Lord, great and awesome, and fight for your brethren, your sons and your daughters, your wives and your houses. Hallelujah. Fight for your family. Praise the Lord. Hallelujah. Hallelujah. നെഹമ്യാവ് പ്രൈസ് ദി ലോർഡ് പലവിധമായ പ്രതിസന്ധിയിലൂടെ, നിരാശയിലൂടെ, എതിർപ്പുകളിലൂടെ, കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന ജനത്തോട് പറയാണ്: നോക്ക്, നിങ്ങൾക്കും എനിക്കും വലിയൊരു ഉത്തരവാദിത്വം ലഭിച്ചിട്ടുണ്ട്. നമ്മളെ സർവ്വായുധവർഗം ധരിപ്പിച്ച് നിർത്തിയിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഹല്ലേലൂയ, പോരാടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിന്റെ സ്റ്റെപ്പ് എന്താണ്? ഒന്ന്, do not be afraid of the enemies. നിങ്ങളുടെ ശത്രുക്കളെ കുറിച്ച്
ഓർത്ത് നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത്. സാഹചര്യം ഓർത്ത് ഭയപ്പെടരുത്. നാളുകളെ ഓർത്ത് ഭയപ്പെടരുത്. നാളെ എങ്ങനെ ജീവിക്കുന്നു ഓർത്ത് ഭയപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. അതിന് പകരം നെഹമ്യാ പറയാണ്, എന്താണ്? ഹല്ലേലൂയ. റിമെമ്പർ ദി ലോർഡ് ഗ്രേറ്റ് ആൻഡ് ഓസം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന്, ഭയത്തെ മാറ്റുക. രണ്ട്, റിമെമ്പർ ദി ലോർഡ്, ദൈവത്തെ ഓർക്കുക. നെഹമ്യാ പറയാണ്, ദൈവത്തെ ഓർക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലിയവനും ഭയങ്കരനുമായ കർത്താവിനെ ഓർക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള ഭയത്തിലാണ് നിങ്ങൾ കഴിയുന്നതെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള ടെൻഷനിലാണ് നിങ്ങൾ കഴിയുന്നതെങ്കിൽ, ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഇതാണ്, ഡു നോട്ട് ബി അഫ്രൈഡ്. ദയവായി ഭയപ്പെടരുത്. ദയവായി ടെൻഷൻ അടിക്കരുത്. ദയവായി ആകുലപ്പെടരുത്. അതിന് പറയാൻ എന്ത് ചെയ്യണം? ദൈവത്തെ ഓർക്കുക. റിമെമ്പർ ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ പ്രത്യേകത എന്താണ്? അവൻ വലിയവനും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഭയങ്കരനുമായ കർത്താവിനെ ഓർക്കുക. നിങ്ങൾക്കറിയോ, നിങ്ങൾ ഞാൻ സേവിക്കുന്ന നമ്മുടെ കർത്താവ് നിസ്സാരക്കാരനല്ല. അവൻ ചെറുതല്ല. അവൻ സർവശക്തനാണ്. അവൻ സർവ ജ്ഞാനിയാണ്. അവൻ സർവ കൃപാലുവാണ്. ഹല്ലേലൂയ. സകലതും നമ്മുടെ കർത്താവിൻ്റെതാണ്. അവന്റെ മുമ്പിൽ മുട്ടും മടക്കാത്തതൊന്നുമില്ല. ആകാശത്തെ സൃഷ്ടിച്ച, ഭൂമിയെ സൃഷ്ടിച്ച, സൂര്യനെ ചന്ദ്രനെ സൃഷ്ടിച്ച നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് വല്ലതും ഉണ്ടോ? കഴിയാത്തതായിട്ട് വല്ലതും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ദൈവത്തെ ഓർക്കുക. ഹല്ലേലൂയ. ഇവിടെ പറയാണ്, കർത്താവിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ഹി ഈസ് ഗ്രേറ്റ് ആൻഡ് ഓസം. ഹല്ലേലൂയ. വലിയവനും. ഹല്ലേലൂയ. എന്താണ്? വലിയവനും, പ്രൈസ് ദി ലോർഡ്, ഭയങ്കരനും. ഗ്രേറ്റ് ആൻഡ് ഓസം. എല്ലാവരും എന്ന് പറഞ്ഞാട്ടോ, വലിയവനും ഭയങ്കരനും. ഗ്രേറ്റ് ആൻഡ് ഓസം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം ആരാ നമ്മളെ അയച്ചിരിക്കുന്നത്? ആരാ നമ്മളോട് സംസാരിക്കുന്നത്? വലിയവനും ഭയങ്കരനുമായ ദൈവം. ആരാ നമ്മളെ വിളിച്ച് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ചുമതലകൾ ഏൽപ്പിച്ചിരിക്കുന്ന ആരാണ്? വലിയവനും ഭയങ്കരനുമായ ദൈവം. ഗ്രേറ്റ് ആൻഡ് ഓസം ആയിട്ടുള്ള ദൈവമാണ് നിങ്ങളെ എന്നെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം നമ്മളോട് പറയാണ്. ഹല്ലേലൂയ. എന്നിട്ട് നെഹമ്യാ അവരോട് പറയുന്നത് എന്താണെന്നറിയോ? ഫൈറ്റ് ഫോർ അതേഴ്സ്. ഫൈറ്റ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി പോരാടുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് കർത്താവ് പറയുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടി പോരാടുക. ഫൈറ്റ് ഫോർ. ആർക്കൊക്കെ വേണ്ടിയാണ്? ഫൈറ്റ് ഫോർ യുവർ ബ്രദറൻ. ഫൈറ്റ് ഫോർ യുവർ സൺസ്. ഫൈറ്റ് ഫോർ യുവർ ഡോട്ടേഴ്സ്. ഫൈറ്റ് ഫോർ യുവർ വൈഫ്സ് and fight for your houses. ഹല്ലേലൂയ. ആർക്കൊക്കെ വേണ്ടി പോരാടാനായിട്ട് ഇവിടെ പറയുന്നത് കണ്ടോ? നെഹമ്യാ പറയാണ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലിയവനും ഭയങ്കരനുമായ കർത്താവിനെ ഓർത്ത് നിങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടി, പുത്രന്മാർക്ക് വേണ്ടി, പുത്രിമാർക്ക് വേണ്ടി, ഭാര്യമാർക്ക് വേണ്ടി, വീടുകൾക്ക് വേണ്ടി പൊരുതുവേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. You should fight for them. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒത്തിരി ആളുകൾ വിചാരിക്കുന്നത് എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് തന്നെ അങ്ങ് പൊക്കോളുന്ന. പ്രൈസ് ദി ലോർഡ്. സ്മൂത്ത് ആയിട്ട് തന്നെ കാര്യങ്ങൾ പോവുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുകയും, ആരെങ്കിലുമൊക്കെ ദൈവസന്നിധിയിൽ എഴുതി നിൽക്കുകയും, ആരെങ്കിലുമൊക്കെ ഉപവസിക്കുകയും, ആരെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആലറിയ മുന്നിൽ നിന്ന് നയിക്കുന്നത് കൊണ്ടാണ് കാര്യങ്ങൾ പോകുന്നത്. നെഹമ്യാവിന്റെ കാലത്ത് പ്രൈസ് ദി ലോർഡ് എല്ലാ കഷ്ടത്തിലാണ്, അപമാനത്തിലാണ്. മതില് വിടിഞ്ഞു, വാതിലുകളും തകർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്ദയും അപമാനവും കഷ്ടതയും മാത്രമാണ് അവർക്കുള്ളത്. പക്ഷെ അവർക്ക് വേണ്ടി നെഹമ്യാ പറയാണ്, നിങ്ങൾക്ക് മതില് പണിയുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്. മതില് പണിയുക എന്നുള്ളൊരു ചുമതലയുണ്ട്. അത് പൂർത്തീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. അതൊരു പോരാട്ടം പോലെയാണ്. നെഹമ്യാ പറയാണ്, ഹല്ലേലൂയ, ഭയപ്പെടുത്തുന്നവരെ, അപമാനിക്കുന്നവരെ, നിന്ദിക്കുന്നവരെ, ദുഷിക്കുന്നവരെ ഒന്നും നോക്കി, പ്രൈസ് ദി ലോർഡ്, ഒന്നും ഓർത്ത്, ഹല്ലേലൂയ, നിങ്ങൾ ഭയപ്പെടരുത്. അതിന് വരെ എന്ത് ചെയ്യണം? നിങ്ങൾ ഇവരെ നോക്കരുത്, നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കരുത്. പത്രോസ് ഒരിക്കൽ തിരമാല ഉയർന്നു വന്നു, താൻ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടന്നു വരികയാണ്. തിരമാലയും കാറ്റും എല്ലാം വരുന്നത് കണ്ട് താൻ ഭയപ്പെട്ടു പോയി, താൻ മുങ്ങാൻ തുടങ്ങി. നിങ്ങളെ എന്നെ വിളിച്ചിരിക്കുന്നത് കാറ്റിനെ നോക്കാനല്ല, തിരമാലയെ നോക്കാനല്ല. നിങ്ങളെന്നെ വിളിച്ചിരിക്കുന്നത് നെഹമ്യാ പറഞ്ഞതുപോലെ കർത്താവിനെ ഓർക്ക്, കർത്താവിനെ നോക്ക്. ഹി ഈസ് ഗ്രേറ്റ്,
He is awesome. അവൻ വലിയവൻ, അവൻ ഭയങ്കരൻ. കർത്താവേ, നീ വലിയവൻ, നീ ഭയങ്കരൻ. ഞാൻ പറയട്ടെ, ഇന്ന് പകൽക്കാലം നിങ്ങൾ ടെൻഷനിലാണ്, ആകുലതയിലാണ്. എങ്ങനെ ജീവിക്കും, എങ്ങനെ കഴിയും, ഹല്ലേലൂയ എന്നൊരു ഭാരം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ദൈവത്തെ ഓർക്കണം. നമ്മുടെ ജീവിതത്തിൽ ഭാരം വരുമ്പോൾ ദൈവത്തെ ഓർക്കണം. നമ്മുടെ ജീവിതത്തിൽ ആകുലതകൾ വരുമ്പോൾ ദൈവത്തെ ഓർക്കണം. നമ്മുടെ ജീവിതത്തിൽ ടെൻഷൻ വരുമ്പോൾ ദൈവത്തെ ഓർക്കണം. എന്നിട്ട് കർത്താവിനോട് പറയണം, ലോർഡ്, യു ആർ ഗ്രേറ്റ്, യു ആർ awesome. I remember you. I look to you, Lord. കർത്താവേ, ഞാൻ അങ്ങയെ നോക്കുന്നു, ഞാൻ അങ്ങയെ ഓർക്കുന്നു. അങ്ങ് വലിയവൻ, അങ്ങ് ഭയങ്കരൻ. ഹല്ലേലൂയ. ദൈവത്തെ അല്പസമയം സ്തുതിച്ചു നോക്കിയാട്ടെ, ദൈവത്തെ അല്പസമയം വാഴ്ത്തി നോക്കിയാട്ടെ, ദൈവത്തെ അല്പസമയം ആരാധിച്ചു നോക്കിയാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ഭയങ്ങളെല്ലാം മാറിപ്പോകുന്ന കാണാം. നമ്മുടെ പാസീവായിട്ടുള്ള ആ പാസിഫിസം നമ്മളെ വിട്ടുപോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇന്ന് അനേക ദൈവമക്കളെ ആ നിഷ്ക്രിയത്വം പിടികൂടിയിരിക്കുക. യേശുവിന്റെ നാമത്തിൽ അതിനെല്ലാം കുടഞ്ഞ കളയാണ്. ചിലര് ഭയം പിടികൂടിയിരിക്കുക. യേശുവിന്റെ നാമത്തിൽ ഭയം വിട്ടുമാറട്ടെ. പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. തിമോഥെയോസേ, നീ ചെറുപ്പമായിരിക്കാം, നിനക്ക് ചിലപ്പോൾ വലിയ പ്രായമില്ല, നിനക്ക് വലിയ അറിവില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിനക്ക് ശുശ്രൂഷ ചെയ്യാൻ പേടിയാണ്, നിനക്ക് കർത്താവിനെ നിൽക്കാൻ പേടിയാണ്. ഒരു കാര്യം നീ അറിയണം, നിനക്കും എനിക്ക് ലഭിച്ചിരിക്കുന്നത് ഭയത്തിന്റെ ആത്മാവല്ല, ഭീരുത്വത്തിന്റെ ആത്മാവല്ല. നിനക്കും എനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്താണ്? ശക്തിയുടെ, സ്നേഹത്തിന്റെ, സുബോധത്തിന്റെ ആത്മാവിനെയാണ് ദൈവം തന്നിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം എന്റെ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിങ്ങനെ നിരാശപ്പെട്ട് ഭാരപ്പെട്ട് അപമാനത്തിൽ കഷ്ടതയിൽ കിടക്കേണ്ട വ്യക്തിയല്ല, മറിച്ച് ഹല്ലേലൂയ ശക്തിയിലും സ്നേഹത്തിലും ആത്മനിയന്ത്രണത്തിലും നിറവുള്ളവനായി ജീവിക്കേണ്ട ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ആദ്യം കർത്താവിനെ ഓർക്കണം. നമ്മുടെ റിമെമ്പർ ദ ലോർഡ്. കർത്താവിനെ ഓർക്കുക. കർത്താവിനെ ഓർത്താട്ടെ. നമ്മുടെ കർത്താവിനെ ഓർത്താൽ നമുക്ക് എന്താണ് കർത്താവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്? നമ്മുടെ കർത്താവ് ഗ്രേറ്റ് ആൻഡ് ഓസം, വലിയവൻ, ഹല്ലേലൂയ ഭയങ്കരൻ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ പാട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനായ, ഹല്ലേലൂയ, ഈസ് ഗ്രേറ്റ് ആൻഡ് ഓസം. നമ്മുടെ കർത്താവ് വലിയവനും ഭയങ്കരനുമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. രണ്ട്, കർത്താവിനെ ഓർത്തിട്ട് എന്ത് ചെയ്യണം? ഹല്ലേലൂയ, ഭയത്തെ ശാസിക്കണം. കർത്താവിനെ ഹല്ലേലൂയ ഓർത്തിട്ട് എന്ത് ചെയ്യണം? ഫൈറ്റ് ഫോർ യുവർ ബ്രദേഴ്സ്, ഫൈറ്റ് ഫോർ യുവർ ബ്രദറൻ, ഫൈറ്റ് ഫോർ യുവർ വൈഫ്സ്, ഫൈറ്റ് ഫോർ യുവർ സൺസ്, ഫൈറ്റ് ഫോർ യുവർ ഡോട്ടേഴ്സ്. ഹല്ലേലൂയ. നിങ്ങളുടെ പുത്രന്മാർക്ക് വേണ്ടി യുദ്ധം ചെയ്യണം, പുത്രിമാർക്ക് വേണ്ടി യുദ്ധം ചെയ്യണം, നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണം, നിങ്ങളുടെ വീടുകൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണമെന്ന് നെഹമ്യാവ് 4:14 പറയാം. വാളെടുത്തിട്ടുള്ള യുദ്ധത്തെ കുറിച്ചിട്ടല്ല പറഞ്ഞത്, ദൈവസന്നിധിയിൽ കടന്നു ചെന്ന് വാളിനേക്കാൾ ശക്തിയുള്ള, പ്രൈസ് ദി ലോർഡ്, മിസൈലിനേക്കാൾ ശക്തിയുള്ള, ഫൈറ്റർ ജെറ്റുകളേക്കാൾ ശക്തിയുള്ള പ്രാർത്ഥന എന്നുള്ള ആയുധമെടുത്ത് ദൈവസന്നിധി കടന്നു ചെല്ലുവാൻ നിങ്ങളെ എന്നെ കർത്താവ് വിളിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബൈബിളിൽ ഹല്ലേലൂയ പ്രാർത്ഥന മുറിയിലാണ്, ഹല്ലേലൂയ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, പ്രാർത്ഥന മുറിയിലാണ് നമുക്ക് ജയമുള്ളത്. ഉപവസിക്കാൻ തയ്യാറായ, പ്രാർത്ഥിക്കാൻ തയ്യാറായ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മറ്റുള്ളവർക്ക് വേണ്ടി ഇതുവരെ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ദയവായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിലുള്ള ചില വ്യക്തികൾക്ക് വേണ്ടി ഇന്നു മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. അവർ വിടുവിക്കപ്പെടേണ്ടതിന്, അവർ സൗഖ്യമാകേണ്ടതിന്, അവർ യേശുവിനെ അറിയേണ്ടതിന്, അവർ പരിശുദ്ധാത്മാവിൽ നിറയേണ്ടതിന് നമ്മുടെ പുത്രന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പുത്രിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, പ്രാർത്ഥിച്ച ദൈവം പ്രവർത്തിക്കും, ദൈവം അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. കാരണം നമ്മൾ വിളിക്കുന്ന ദൈവം ഗ്രേറ്റ് ആൻഡ് ഓസമാണ്, വലിയവനും ഭയങ്കരനുമായ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാതിരിക്കുമോ? ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുമോ? ആ ദൈവം നിങ്ങളെ പ്രാർത്ഥന കേൾക്കാതിരിക്കുമോ? ഹല്ലേലൂയ. നെഹമ്യാവിന് ജനത്തിന്റെ ദുസ്ഥിതി അറിഞ്ഞപ്പോൾ നെഹമ്യാവിന്റെ ഹൃദയത്തിൽ വലിയ വ്യസനമുണ്ടായി. ഹല്ലേലൂയ. താൻ ദൈവം മുമ്പാകെ സാഷ്ടാംഗം വീണു, താൻ ഉപവസിച്ചു, താൻ കണ്ണുനീരൊഴുക്കി, താൻ ദൈവമാകെ കരഞ്ഞു എന്ന് വചനം പറയുക. ഹല്ലേലൂയ. ആരെ കുറിച്ച് ഓർത്ത്? സ്വന്തം ജനത്തെ കുറിച്ച് ഓർത്ത്. ഹല്ലേലൂയ. നിങ്ങളെ എന്നെ ദൈവം ഇതുപോലെ, ഹല്ലേലൂയ, ചിലപ്പോൾ നിങ്ങൾക്കും എനിക്ക് നല്ല സാഹചര്യം ദൈവം തന്നിട്ടുണ്ട്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവി നിൽക്കുവാൻ
കർത്താവ് നിങ്ങളെയും എന്നെയും കുറിച്ച് ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവ അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഇതാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ദൈവം നമ്മുടെ ലൈഫിനെ മാറ്റും. മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ഭാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നിങ്ങൾ ഞാൻ എങ്ങനെയാണ് ഇന്നായിരിക്കുന്ന നിലയിലെത്തിയത്? അനേകരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആരറിയ, എനിക്ക് വേണ്ടി എത്ര അമ്മച്ചിമാര് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? എനിക്ക് വേണ്ടി എത്ര അപ്പച്ചന്മാര് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? എനിക്ക് വേണ്ടി എത്ര ദൈവദാസന്മാര് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഹല്ലേലൂയ. അവരുടെ എല്ലാ കണ്ണുനീരിന്റെ, അവരുടെ എല്ലാ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാനും എൻ്റെ കുടുംബവും ഇന്നിങ്ങനെ ദൈവവേലയിലായിരിക്കുന്നത്, ദൈവ സാന്നിധ്യത്തിലായിരിക്കുന്നത്. നിങ്ങളും ഇന്നായിരിക്കുന്നത്. അനേകര് നിങ്ങളെ സ്നേഹിക്കുകയും അനേകര് നിങ്ങൾക്ക് വേണ്ടി ഇടിവി നിൽക്കുകയും അനേകര് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടാണ്. ഇനി നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഹല്ലേലൂയ നമ്മുടെ യെരൂശലേമായിരിക്കുന്ന നമ്മുടെ കുടുംബത്തിനായി, നമ്മുടെ സഭയ്ക്കായി, നമ്മുടെ പുത്രന്മാർക്കായി, നമ്മുടെ പുത്രിമാർക്കായി, നമ്മുടെ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ കർത്താവ് നിങ്ങളെ എന്നെ വിളിക്കുക. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാൻ പോവാണ്. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പുത്രന്മാർക്കായി, ഞങ്ങളുടെ സഹോദരങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പുത്രന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പുത്രിമാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുവേ എന്ന് നെഹമ്യാവ് പറഞ്ഞല്ലോ. കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങൾ ആത്മീകമായ യുദ്ധമാണ്. കഴിഞ്ഞ ആഴ്ച ഞങ്ങളെ പഠിപ്പിച്ചു, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നുവരെങ്കിലും ഞങ്ങളുടെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. ദൈവസന്നിധിയിൽ കോട്ടകളെ ഇടിക്കാൻ ശക്തിയുള്ള ദൈവത്തിന്റെ വചനം എന്നുള്ള ആയുധമെടുത്ത്, യേശുവിന്റെ നാമം എന്നുള്ള ആയുധമെടുത്ത്, കർത്താവേ യേശുവിന്റെ രക്തം എന്നുള്ള ആയുധമെടുത്ത് പ്രാർത്ഥനയിലൂടെ ഞങ്ങളിതാ പോരാടുകയാണ്. ഞങ്ങളുടെ സഹോദരങ്ങൾ വിടുവിക്കപ്പെടട്ടെ. ഞങ്ങളുടെ സഹോദരിമാർ വിടുവിക്കപ്പെടട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വിടുവിക്കപ്പെടട്ടെ. ഞങ്ങളുടെ പുത്രന്മാർ വിടുവിക്കപ്പെടട്ടെ. ഞങ്ങളുടെ പുത്രിമാർ വിടുവിക്കപ്പെടട്ടെ. ഇനി ഞങ്ങളുടെ പുത്രന്മാരെ ശത്രു പിടിച്ചുകൊണ്ടു പോകുവാൻ, അന്ധകാരം ഹല്ലേലൂയ കീഴ്പ്പെടുത്തുവാൻ ഞങ്ങൾ അനുവദിക്കില്ല. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ താഴ്മയോടെ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് എന്നെ കാണുകയാണെങ്കിലും വിഷയമില്ല, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിനെ അറിയാത്ത ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കസിൻസിന് വേണ്ടി, ഞങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു യേശുവിനെ അറിയുവാൻ ഇടയാകേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ ഞെരുക്കത്തിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവരിന്നായിരിക്കുന്ന പ്രയാസകരമായ സാഹചര്യത്തിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റും ഉപരിയായി അവരെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പിശാചൊരുക്കുന്ന പദ്ധതിയിൽ നിന്ന് അവർ വിടുവിക്കപ്പെടേണ്ടതിനായി, അവർ സ്വർഗത്തിൽ കടന്നു വരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവന്റെ പുസ്തകത്തിൽ അവർ പേരെഴുതപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ ഹൃദയം യേശുവിന് വേണ്ടി സമർപ്പിക്കേണ്ടതിനായി, അവർ പാപവഴികളെ ഉപേക്ഷിച്ച് അവർ വിശുദ്ധിക്കായി, നിർമ്മലതയ്ക്കായി, വെളിച്ചത്തിനായി ജീവിക്കേണ്ടതിനായി അവർക്ക് അവസരം ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ വിടുവിക്കണമേ, അവരെ പുറത്തു കൊണ്ടുവരണമേ. അവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യണം. അവരുടെ അവസ്ഥ, ഞെരുക്കത്തിന്റെ പ്രയാസത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെ കർത്താവ് വിടുവിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്താട്ടെ. അവരുടെ വാക്കുകൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. അവർക്ക് ഇന്നു മുതൽ അവർ ദൈവവേലയ്ക്ക് വേണ്ടി കർത്താവരെ ഉപയോഗിക്കണമേ. ദൈവരാജ്യത്തിനു വേണ്ടി ഉപയോഗിക്കണം. മഹത്വം പൂഴ്ച അംഗീകരിപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വൈകുന്നേരം സൂം മീറ്റിംഗ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. സൂം മീറ്റിംഗിൽ ഇന്ന് വചനം നമ്മളോട് സംസാരിക്കുന്നത് പാസ്റ്റർ ദുബായ് സഭയുടെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ ഫിലിപ്പാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. ശക്തിയേറിയ ദൈവവചനങ്ങളെ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും. നിങ്ങൾ സൂമിൽ നിങ്ങൾ കാണാനായിട്ട് നിങ്ങൾ മറക്കരുത്. നിങ്ങളെ ക്ഷണിക്കുന്നു. ഗോഡ് ബ്ലസ് യു. അതുപോലെ തന്നെ ഞായറാഴ്ച ചർച്ചിൽ ആരാധനയുണ്ട്, ഫേസ്ബുക്ക് ലൈവ് ഉണ്ട്. നിങ്ങളിതിലേക്ക് വരണം. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾ പങ്കുചേരണം. നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും നിങ്ങളുടെ എല്ലാ വിഷയത്തിലും നമ്മളോട് കൂട്ടായ്മ കാണിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വേറൊരു കാര്യം, നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ നമ്പറായ 9495183518 എന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജുകൾ അയച്ചാൽ, വാട്സപ്പിൽ അയച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ വിഷയത്തിന് പരിഹാരമാകുന്നവരെ ഞങ്ങൾ പ്രാർത്ഥിക്കും. എല്ലാ വ്യാഴാഴ്ചയും പ്രാർത്ഥിക്കുന്ന ഒരു ഇന്റർസെസറി ടീം സിസ്റ്റർ സാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്.
അവര് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സഹോദരിമാർ ഒരു മനസ്സോടെ നിങ്ങളുടെ വിഷയം എന്താണെങ്കിലും അതിനുവേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഗോഡ് ബ്ലസ്.